ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. ഇന്ന് ഈവനിങ് വ്ളോഗ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതിനുള്ള ഞങ്ങൾ ബർത്ത്ഡേക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോയും പിന്നെ അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു സർപ്രൈസ് എന്നൊന്നും പറയണ്ട, ഒരു ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, മേടിക്കാൻ പോകണം അല്ലേ അനു? ആ പിന്നെ ഇവള് ഒറ്റ എന്നൊരു സംശയം ഇല്ലാതില്ല, ഇവള് മെയിൻ ഒറ്റുകാരിയാണ് ഇവിടുത്തെ നമ്മുടെ. അപ്പം ഒന്നും ഇവളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല, ഇവിടെ തത്ത പറയുന്ന പോലെ എല്ലാം അങ്ങ് പോയി പറയും. എല്ലാ ന്യൂസും കൊണ്ട് എത്തിച്ചോളും. BBC ന്യൂസാണ് ഇവള്. ഓക്കെ, BBC ന്യൂസ് ഇനിയല്ല ഇവളുടെ കയ്യിലാണ്. ഇവളാണെങ്കിൽ ചെറിയൊരു ബഹളവും കാര്യങ്ങളും ഒക്കെയാണ്, കണ്ടില്ലയോ? ഇവള് സഹകരിക്കുവാണെങ്കിൽ എല്ലാം നന്നായിട്ട് നടക്കും. അപ്പൊ ആര് ഇന്ന് എന്ത് പരിപാടി ഉണ്ട് നമ്മുടെ പരിപാടി? ചിക്കൻ ബിരിയാണിയാണ്. അതിലൂടെ നമുക്ക് കുറച്ചെടുത്ത് വറുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ ഓക്കെ. ചിക്കൻ നമ്മൾ അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞളൊക്കെ തേച്ച് സുന്ദരനാക്കുവാണ്. ആ ലെഗ് പീസ് ഒരു 4 ഉണ്ടേ, അത് വറക്കാനാ? ബാക്കി എന്ത് ബിരിയാണി ഉണ്ട് ഉണ്ടാക്കുന്നത്? ചിക്കൻ എന്ന് പറയുമ്പോ പല ടൈപ്പ് ഉണ്ടല്ലോ. ചിക്കൻ ബിരിയാണി ഏത് ടൈപ്പ് ആണെന്നുള്ളത്? കുക്കർ ബിരിയാണി. വെറൈറ്റിയാ? ഉണ്ടാക്കിയാലും അറിയല്ലേ? സവാള അരിയും. പിന്നെ അനന്തവേട്ടന് വില്ലുന്ന ആരും ഇല്ല കേട്ടോ ഇവിടെ, ഭയങ്കര സ്പീഡാ. ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഞങ്ങള് അനന്തവേട്ടനെ ഏൽപ്പിച്ചേക്കും. മോളെ ഞങ്ങൾ ബർത്ത്ഡേക്കാരിയാകുമ്പം നിങ്ങൾ ബർത്ത്ഡേക്കാരെ പറഞ്ഞ റെസ്റ്റ് എടുത്തോ, മരുമോളെ കയറിയേക്കാണ് ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ബർത്ത്ഡേക്കാരി മൈക്കാട് പണിക്കാട്ടിരിക്കുകയാണ്. മൈക്കാട് മെയിൻ ബേസ് ചെയ്തും മൈക്കാട് ഇതുമാണ്. ആരി എവിടെ അരി? എന്തോ വരട്ട വയറ്റുവാ ഇത് മറ്റേ എന്തോ സവാള വെട്ടത്തിന്റെ കുറവൊന്നുമില്ല. ഇതിന്റെ ലൈറ്റ് ശോകമാണ്. വാടി വരാൻ പാടില്ല. നിന്നെ എന്തോ എടുക്കണോ? നമ്മളാണ് സവാളയൊക്കെ വഴറ്റി അരി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനിപ്പോൾ അടച്ചു വെക്കും. ഇതെല്ലാം ആവും. ഫ്രൈക്കുള്ള സാധനം ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. തനു എല്ലാം പൊളിച്ച് തനു പോയി അമ്മൂമ്മയോട് പറഞ്ഞു അച്ചായി കേക്ക് മേടിക്കാൻ പോയേക്കുവാന്ന്. കേക്ക് തിന്നുന്ന അഹങ്കാരം കൊണ്ട് എന്തിനടി പോയി പറഞ്ഞേ? നീ അരമ്പാക്കില്ലേ? മൊത്തം തകർത്തില്ല ഇതിന്റെ. അപ്പഴേ അറിയാം നീ കേക്ക് വന്നു. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അനന്തവേട്ടൻ കുളിക്കുന്ന. അപ്പൊ നമ്മുടെ ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട്. ഫ്രൈക്കുള്ളത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ അമ്മൂമ്മ പപ്പടം കാച്ചുവാണേ. അമ്മൂമ്മേ എന്തോ പറയാനുള്ളേ? അമ്മൂമ്മ എനിക്ക് എന്തോ പറയണമെന്ന്. നന്നൂസ് കരയുവാണോ? നന്നൂസേ നന്നൂസേ കരയുവാണോ? വിശക്കുന്നു. ചിക്കൻ ഫ്രൈ കരിഞ്ഞുപോയി. പപ്പടം കാച്ചി കുഞ്ഞിക്കുക. എന്നിട്ട് എന്നോട് പറയുക അമ്മ ഒരു കുഴപ്പമില്ല, മൂത്തിട്ടില്ലെന്ന് പറഞ്ഞു. ആര് നശിപ്പിച്ചത്? ഞങ്ങൾ 2 പേരുണ്ട്. എന്താ രണ്ടുപേർക്കൊന്ന് വലിയൊരു കാര്യം ചെയ്തു. എന്തൊരു അഭിമാനത്തോടെ ഞങ്ങൾ 2 പേരോട് ചേർന്ന് നശിപ്പിച്ച്. കിടന്നു നോക്കി അമ്മ കാണിച്ചേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കിഴിക്കിടി ഇങ്ങോട്ട് ഞാൻ തിരിക്കാം. പൊട്ടി
പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നു കേട്ടോ. ആ കഴിക്കാനിരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നന്നൂസ് ചെറിയ നിർബന്ധങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് ഇന്നിക്കുമായിരുന്നു കേട്ടോ. ഫുഡെല്ലാം കഴിച്ച്. ഏട്ടാ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു, സൂപ്പർ ഫുഡ്. പക്ഷെ ഞാൻ എന്നും ഉണ്ടാക്കുന്ന പോലെ അത്രയും പെർഫെക്റ്റ് ആയില്ല. കുറച്ച് എന്തുവാ ഇച്ചിരി പാളിപ്പോയി. നനവോടുകൂടിയായിരുന്നു, ഇച്ചിരി ഡ്രൈ ആയില്ല. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ല, സൂപ്പർ ആയിരുന്നു, നല്ല പരിപാടി ആയിരുന്നു. എല്ലാവരും പറഞ്ഞു സൂപ്പർ ആയിരുന്നെന്ന്. എങ്കിലും ഞാൻ എന്നും വെക്കുന്നതിൻ്റെ അത്രയും കൊണ്ട് ആയില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.